ആൾക്കാർ ചോദിക്കുന്നുണ്ട് കൊടുക്കണോന്ന്, പക്ഷെ അവര് ഒരു കളിപ്പാട്ടത്തിന്റെ റേറ്റില് ചോദിക്കുന്നത്. അപ്പൊ നമ്മളിത് ഒരു കുട്ടിക്ക് കളിപ്പാട്ടത്തിന്റെ റേഞ്ചിൽ കൊടുത്തിട്ട് അതവിടെ തല്ലി പൊളിച്ചിട്ട് കാണുമ്പോ നമുക്ക് അത് സഹിക്കാൻ പറ്റുമോ? നമ്മളുടെ ഒരു 2 ആഴ്ചത്തെ മിനിമം ഒരു മാസത്തെ പ്രയത്നം നശിച്ചു പോകുമ്പോ നമുക്ക് അത് വിഷമമില്ലേ? കാശ് കൊടുത്തിട്ടാണെങ്കിലും. 8 മാസമായ വണ്ടിയാണ്. നമ്പർ പ്ലേറ്റ് ഒക്കെ ഉണ്ട്. ഏതെങ്കിലും വണ്ടിയുടെ പ്ലേറ്റ് ആണോ ഇത്? ഫോട്ടോ എടുക്കാൻ പോയ ആ വണ്ടിയുടെ അതേ നമ്പർ? ഇത് ഞാൻ ഡേറ്റ് ഓഫ് ബർത്ത്. അതെ, ഓരോ വണ്ടിക്കും നമ്മള് ഓരോ കോഡ് കൊടുക്കും. അത് വിളിച്ചു ആ ചേട്ടന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആണല്ലേ? ശരിക്കും ഇപ്പൊ ഇതുപോലെ ഒരു ലോറി ഇതിന്റെ യഥാർത്ഥ ഉടമസ്ഥന്റെ വീട്ടിൽ എവിടെയെങ്കിലും കിടക്കുന്നുണ്ടാവൂലേ? ഇത് ഫോട്ടോ എടുത്തു അല്ലേ? ഇനിയിപ്പോ ഈ വണ്ടികളെ ഉണ്ടാക്കി കുറെ ആയാൽ എന്താ ചെയ്യണേ? കട്ടിനടിയുടെ ഇതൊക്കെ കട്ടിലിന്റെ പാർക്കിങ്. ഞാൻ പറഞ്ഞല്ലോ സ്വർണ്ണപ്പടി ഫീലിന്റെ പാളിപ്പോയല്ലേ ഉമ്മായും കൂട്ടാനും സിമില് ചാക്ക് ചുമക്കാനും മല്ലു പോലെ പണിക്കും. നമുക്ക് വിഷമുണ്ട്. ഒന്നിനും എത്തിപ്പെടാൻ കഴിയുന്നില്ലല്ലോ, ഒന്നിനും എത്തിപ്പെട്ടില്ല ജീവിതത്തിൽ. ഹായ്, ഞാനിന്ന് തൃശ്ശൂര് വല്ലച്ചിറയില് സുനിൽകുമാർ എന്ന് പറയുന്ന ഒരു ചേട്ടന്റെ വീട്ടിലുള്ളത്. ഇവിടെ എല്ലാവരും അത്ഭുതപ്പെടുത്തിയുണ്ട്. ഒറിജിനൽ വാഹനങ്ങളെ വെല്ലുന്ന രീതിയിലുള്ള ഒരുപാട് വണ്ടികളുടെ മിനിയേച്ചർ രൂപങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് സുനിലേട്ടൻ. ഇപ്പൊ മൊത്തം എത്ര വണ്ടി ചെയ്തിട്ടുണ്ടാവും? 1 2 3 4 5 6 7 8 9 10 11 ഇഷ്ടംപോലെ വണ്ടി ഉണ്ടല്ലേ? ആദ്യമായിട്ട് ചെയ്ത ബസ് ഇതാണ്. കോവിഡ് കാലത്ത് വണ്ടികളൊക്കെ കയറി കിടക്കണ മാതിരി കിടക്കണത് അല്ലേ? സ്റ്റാൻഡിൽ കിടക്കില്ലേ അതേമാതിരി കുറെ വണ്ടികൾ. ഇതാണ് ആദ്യമായിട്ട് ചെയ്ത വണ്ടി? അതെ അതെ അതെ, അത് ശരിയാ. ഇതൊരു ജയ്ഗുരു എന്ന് പറഞ്ഞിട്ട് ട്രാവൽസ് മുമ്പ് പറയുള്ളതാ. അതെ, ഞാൻ വണ്ടി നേരിട്ട് ഞാൻ കണ്ടിട്ടില്ല. റോഡിൽ കൂടെ പോകുമ്പോ ഒരു സ്കില്ല് ഒരു ന്യായം പോലെ ഫോൺ കാണാറില്ല. പക്ഷെ നമ്മള് അത് നേരിട്ട് പോയിട്ട് കാണാൻ എപ്പോഴും കുറെ ശ്രമിച്ചു നോക്കി. പക്ഷെ നമ്മുടെ പണിയും കളഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പിന്നാലെ നടക്കാൻ നമുക്ക് പറ്റില്ല. അപ്പൊ ഇതിന്റെ ഫോട്ടോസ് ഫോട്ടോസ് ഞാൻ യൂട്യൂബില് സെർച്ച് ചെയ്ത് പിന്നെ ഓരോരുത്തരോട് അയച്ച് തരാൻ വേണ്ടിട്ട് മാമന്റെ മോനടുത്ത് അശോക് ലൈലൻഡ് ഉണ്ട്, അതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അവനോട് ചോദിച്ചപ്പോ അവർക്ക് വണ്ടി വരാറുണ്ട്, അവരെ വണ്ടി വരാറുണ്ട്. അപ്പൊ അവനോട് ചോദിച്ചിട്ട് ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഫോട്ടോസ് വെച്ചിട്ട് ചെയ്താണ്. ഫോട്ടോസ് വെച്ചിട്ട് ചെയ്യുന്നത്. ശരിക്കും സീറ്റുകളെല്ലാം അതേമാതിരി ഒരു വ്യത്യാസം ഇല്ല. അതുപോലെ ആക്കാനാണ് നോക്കുന്നത്. അതല്ലേ, കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ടാവും. ഇതിന്റെ ടയറുകളൊക്കെ എന്തുകൊണ്ടാണ്? ടയറ് നമ്മള് ഈ ഭാഗം നമ്മുടെ ഫർണിച്ചർ പണിക്കാരെ കിട്ടുന്നത്. അവര് കിളിക്കൂട് അടിക്കാനായിട്ട് ഒരു ഹോൾ ഇടുന്നത്. ആ ഹോൾ ഇടുമ്പോ ഈ ഭാഗം കട്ട് ചെയ്തിട്ട് പോരും റൗണ്ട് ആയിട്ട്. ഇതിന്റെ ഒരു എക്സാമ്പിള് ഒരു കാണിക്കാൻ വേണ്ടിയേ, അതിന്റെ ഒരു ഭാഗമാണ് ഇത്. കണ്ടാ, ഇതേപോലത്തെ ഒരു പീസായിട്ട് കിട്ടിയത്. കണ്ടാ, ഇങ്ങനത്തെ ഒരു കട്ട വീഴും. അപ്പൊ നമുക്ക് പിന്നെ ഇതിന്റെ മുകളില് റബ്ബർ ചെരുപ്പിന്റെ അപ്പൊ ഈ ടയറിന്റെ ഫീലിംഗ് കിട്ടാൻ വേണ്ടിട്ടാണ് ഇത് ചെയ്യുന്നത്. പക്ക ഒറിജിനാലിറ്റി അല്ലെങ്കിലും നമ്മള് ഏകദേശം എത്തിക്കാൻ നോക്കണല്ലോ. 12 വാഹനങ്ങളോളം ചെയ്തു. ഇവിടുത്തെ ഒരു നാട്ടുകാർ ഇതൊക്കെ കാണാൻ വേണ്ടി വന്നിരുന്നു. അത് നാട്ടുകാരുടെ സപ്പോർട്ട് എങ്ങനെ? നാട്ടുകാര് കൂടുതലും ഈ കളിപ്പാടത്തിന്റെ റേഞ്ചില് കാണുന്നു. അതല്ലേ, അതായത് ഒരു പ്ലാസ്റ്റിക് ഉൽപ്പന്നം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഒരു ലാഘവത്തോട് കൂടിയിട്ടില്ലേ? 500 രൂപ കൊടുത്താലും 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു കളിപ്പാട്ടം കിട്ടും, കുഴപ്പമില്ലാത്. പക്ഷെ ഇതൊരു കളിപ്പാട്ടത്തിന്റെ റേഞ്ചിൽ നമുക്ക് കാണാൻ പറ്റില്ല. അതില്ലല്ലോ, കാരണം ഇത് നമ്മുടെ മനസ്സിൽ നിന്നുണ്ടാവുന്ന സംഭവം. അതെ, തീർച്ചയായിട്ടും. നമ്മൾ വലിയ കലാകാരനൊന്നുമല്ല, എങ്കിലും നമ്മളുടെ സ്വയം പ്രയത്നം കൊണ്ട് ഇങ്ങനെ സംഭവം ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്ക് അതിന് 4 പേര് പറയുമ്പോൾ അല്ലെ നമുക്കൊരു സന്തോഷം കിട്ടും ശരിക്കും. തീർച്ചയായിട്ടും. ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു അങ്ങനെ കിട്ടുന്ന ആ ഒരു ഓസ്കാറിനെ പോലെ കാണുന്നത്. ഇപ്പൊ നിങ്ങൾ വന്നില്ലേ, നിങ്ങൾ വന്നപ്പോ തന്നെ നമുക്കൊരു അതിനെ കുറിച്ച് അറിയുന്ന ആൾക്കാർ നമ്മൾ തേടി വരുമല്ലോ. അതാണ് നമുക്ക് ആവശ്യം. സപ്പോർട്ട് കിട്ടാൻ വേണ്ടിട്ട് മാത്രം നമ്മള്. അതാണ് പറഞ്ഞത്, എന്താ പറയാ, മുറ്റത്തെ മുല്ലക്ക് മണല്ല എന്ന് പറഞ്ഞവരെ ഇതെന്നും കാണുന്നവർക്ക് ചിലപ്പോ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അതാണ്. എന്നാലും കുറച്ച് ആൾക്കാരൊക്കെ നമ്മുടെ സുഹൃത്തുക്കള് അവരൊക്കെ സപ്പോർട്ട് ചെയ്യാറുണ്ട്, ഇഷ്ടപ്പെടാറുണ്ട്. മൊബൈലില് വാട്സാപ്പിൽ ഇടുമ്പോ അവര് ലൈക്ക് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞ് നമ്മളെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. അതല്ലേ, ഇതാരെങ്കിലും ഇത് കൊടുക്കണോ അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല? അതോ ആൾക്കാർ ചോദിക്കുന്നുണ്ട് കൊടുക്കണോന്ന്, പക്ഷെ അവര് ഒരു കളിപ്പാട്ടത്തിന്റെ റേറ്റില് ചോദിക്കുന്നത്. അപ്പൊ നമ്മളിത് ഒരു കുട്ടിക്ക് കളിപ്പാട്ടത്തിന്റെ റേഞ്ചിൽ കൊടുത്തിട്ട് അതവിടെ തല്ലി പൊളിച്ചിട്ട് കാണുമ്പോ നമുക്ക് അത് സഹിക്കാൻ പറ്റുമോ? നമ്മളുടെ ഒരു 2 ആഴ്ചത്തെ മിനിമം ഒരു മാസത്തെ പ്രയത്നം നശിച്ചു പോകുമ്പോ നമുക്ക് അത് വിഷമമില്ലേ? കാശ് കൊടുത്തിട്ടാണെങ്കിലും. അതുകൊണ്ട് നമ്മൾ കൊടുക്കാറില്ല. അതുകൊണ്ട് ഞാൻ കൊടുക്കാറില്ല. പിന്നെ ഞാൻ ഇപ്പൊ ചേട്ടൻ എന്താ ചെയ്യണേ? ഞാനിപ്പോ ആദ്യം സ്വർണ്ണമണിയായിരുന്നു ഒരു കമ്പനിയില്, ലിബിയ ഗോൾഡ് എന്ന് പറഞ്ഞൊരു കമ്പനിയിലായിരുന്നു. അവിടെ നിർത്തി കാഴ്ച ഇപ്പൊ 44 പൈസ. അപ്പൊ ഈ ലോക്ക്ഡൌൺ ആയിപ്പോ പണി 2 ആഴ്ചയൊക്കെ കുറഞ്ഞു.
അപ്പൊ അവിടെ ഇരുന്ന് പണി എന്താണ് ഒരു വേറെ സ്ഥലത്ത് പോയിട്ട് പണി പറഞ്ഞപ്പോ പിന്നെ നമുക്ക് വേറെ വരുമാനം മാർഗ്ഗം വീട്ടിൽ ഞാൻ മാത്രം പോകണല്ലോ പണിക്ക്. അപ്പൊ ഇപ്പൊ ഈ ആശാരിമാരുടെ കൂടെ ഈ ബിൽഡിംഗ് കൺസ്ട്രക്ഷന്റെ കൂടെ നമ്മളിപ്പോ ഹെൽപ്പറായിട്ട് പോവാ ഇങ്ങനെ കൂട്ടി കൊടുക്കാനൊക്കെ ആയിട്ട്. ഇപ്പൊ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ ഈ സ്വർണത്തിന്റെ വർക്കൊക്കെ ഇനി വന്നിട്ട് വേണമെന്നല്ലേ? ഇനി അത് ആ ഫീൽഡ് മേടിച്ചു. ഒന്നാമത് ഇനി കാഴ്ച പോയി വങ്ങി തുടങ്ങി. സ്വർണത്തിന് വില കൂടിയോടുകൂടി ആൾക്കാര് ഈ കനം കൂടി ചെയിനിൽ കനം കുറഞ്ഞ ചെയിനിലേക്ക് മാറി. അപ്പൊ കനം കുറയുന്നതോടെ നമുക്ക് റിസ്ക് കൂടും കാര്യങ്ങള് ചെയ്യാനായിട്ട്. കാഴ്ചക്ക് മങ്ങൽ വരുമ്പോ നമുക്കത് ചെയ്ത് അവസാനിപ്പിക്കാനും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ആ ഫീൽഡ് വിട്ടു ഇനി തുടർന്ന് ഇനി ഈ ഹെൽപ്പർ പണിക്ക് പോവാണല്ലേ? അപ്പൊ ഞാൻ ചോദിക്കുന്നത് ചേട്ടാ, ഇപ്പൊ ഇതിപ്പോ എന്റെ വീട്ടിലൊരു വണ്ടി ഉണ്ടെങ്കിൽ, എന്റെ വീട്ടിലൊരു കാറുണ്ട്, അല്ലെങ്കിൽ ഒരു ബസ്സിന്റെ അല്ലെങ്കിൽ ഒരു ലോറി ഉണ്ട്, ആ ലോറി ഇതേപോലെ നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് കൊടുത്തൂടെ? ഇപ്പൊ എനിക്കൊരു ആഗ്രഹമുണ്ട്. ഇപ്പൊ എന്റെ വീട്ടിൽ ഞാൻ ചിലപ്പോൾ ഒരു 10 വർഷം അല്ലെങ്കിൽ 20 വർഷം ചിലപ്പോൾ ആ വണ്ടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പോവും, അല്ലെങ്കിൽ വിൽക്കും, അല്ലെങ്കിൽ അത് ദ്രവിച്ചു പോവുക, അങ്ങനെ ചിലപ്പോൾ നഷ്ടപ്പെടാം. പക്ഷെ അതിന്റെ ഓർമ്മക്കായിട്ട് ഇങ്ങനെ ഒരു മിനിയേച്ചർ എന്റെ വീട്ടിൽ ഉണ്ടാക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ട്. ചേട്ടൻ ചെയ്തു കൊടുക്കുമോ? ഞാൻ ചെയ്തു കൊടുക്കാം. കാരണം ഒരു ജോലി ഇല്ല എന്ന് പറഞ്ഞപ്പോ പറയാണ്, ഇത്രയും കഴിവുകൾ ഉണ്ടായിട്ട് ജോലി ഇല്ല എന്ന് പറയുമ്പോ ഇതൊരു വർക്കായിട്ട് നിങ്ങൾക്ക് ചെയ്തുകൂടെ എന്ന് ചോദിക്കുന്നത്? തീർച്ചയായിട്ടും ചെയ്യാം. നമുക്ക് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ചെയ്യാം. ആരെങ്കിലും വന്ന് ഒരു ഫോട്ടോ ഇട്ട് കൊടുത്ത് നിങ്ങളുടെ നമ്പർ ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ നമ്പർ നോക്കിയിട്ട് നിങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഫോട്ടോ അയച്ചു കഴിഞ്ഞാൽ അതേ സാധനം ചെയ്തു കൊടുത്തൂടെ? ചെയ്തു കൊടുക്കാം. ഈ പേരിൽ തന്നെയല്ല ഒരു ലോറി ഒരു ഫോട്ടോ? ഇത് മോളുടെ പേരത്. അതെ, നമ്മള് ഒരു വണ്ടി ഉണ്ടാക്കിട്ട് സ്പാടിക്കുന്ന ചകുത്താന്ന രാജാവിന്റെ മോനെ ഇതിന്റെ ഉള്ളിലൊക്കെ ഉണ്ടാവും. അതിന്റെ ഒരു വ്യത്യാസം ഇല്ലാത്ത രീതിയിലാണ് ചെയ്തേക്കുന്നത്. ചേട്ടൻ ഇങ്ങനെ രാത്രിക്ക് ഇങ്ങനെ പിന്നെ ഇതിന്റെ മുകളിൽ ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോ എന്താ തോന്നാറ്? അതെ, പോയി കിടന്നവർക്ക് പറയും. ആരാ പറയാ? അമ്മേ. അല്ല, ഇതിങ്ങനെ പിന്നെ എന്തെങ്കിലും തോന്നാറുണ്ടോ? ഇതിനെ കുറിച്ചിട്ട് എന്താണ് സപ്പോർട്ട് ചെയ്യാറുണ്ട്? അതോ എന്നാലും കൂടിയിട്ട് കൊറേ ഇങ്ങനെ ഉണ്ടാക്കുമ്പോ ചില ദിവസം പണിയില്ലാത്ത ദിവസം ഫുള്ളായിട്ട് ഇരിക്കും. മിണ്ടൊന്നുമില്ല, അതിൽ തന്നെ കോൺസെൻട്രേഷൻ ചെയ്തിരിക്കും. ഇതില് വേറൊരു ചിന്ത പണിയിൽ വന്നിട്ട് പിന്നെ ഇതിരിക്കുമ്പോ നമുക്ക് സ്വാഭാവികമായിട്ട് ചിലപ്പോ മണിക്കൂറോളം കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കും. അത് ടീം ബസ് ഉണ്ടാവും. അപ്പൊ അത് കേട്ടിട്ടും പിന്നെ അതിൽ തന്നെ. ഇതിപ്പോ എത്ര ആയിട്ടുണ്ട് ഇങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്? അതെ, കൊല്ലം കുറയാ? 2 വർഷത്തോളായില്ലേ? നമുക്ക് സാമ്പത്തികമായിട്ട് പിന്നോക്കാണ്. നമുക്കിത് അന്നാണ് ഇത് പഠിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു ഇഞ്ചി അല്ലെ നമുക്ക് ആള് ചെയ്യണ കാര്യം വരച്ചിട്ട് എന്താ ഒരു എഞ്ചിനീയറിംഗ് പ്ലാൻ വരച്ചിട്ട് ചെയ്യും. അതേമാതിരി വരച്ചിട്ട് കറക്റ്റ് അങ്ങനെയൊക്കെ ഒരു ആംഗിളിലാണ് ചെയ്യണത്. അപ്പൊ അതൊന്നും ആലോചിച്ച് വെക്കുക. അപ്പൊ നമുക്ക് നമ്മൾ ചിന്തിക്കും, അയ്യോ ഈ മനുഷ്യൻ ഇങ്ങനെ പോകേണ്ടതല്ല കേട്ടാ. ഓട്ടോമാറ്റിക് ആയിട്ട് അത് ശരിക്കും ഒരു എഞ്ചിനീയറിംഗ് പോലെ പഠിച്ച് നല്ലൊരു ഇതിൽ എത്തിപ്പെടണം എന്നുള്ളതിലായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ സ്വർണ്ണപ്പടി ഫീൽഡ് വിട്ട് ആളിപ്പോയല്ലേ ഉമ്മായം കൂട്ടാനും സിമില് ചാക്ക് ചുമക്കാനും മല്ലു പോലെ പണിക്കും. നമുക്ക് വിഷമുണ്ട്, ഒന്നിനും എത്തിപ്പെടാൻ കഴിയുന്നില്ലല്ലോ. എല്ലാ കലാഭാവം ഉണ്ട്, വരയ്ക്കും, കഴിവ് പിള്ളേർക്ക് ഉണ്ട്, സ്പോർട്സില് എല്ലാത്തിനും. പക്ഷെ ഒന്നിനും എത്തിപ്പെട്ടില്ല ജീവിതത്തില്. ഒക്കെ എന്താപ്പാ ഇത് കണ്ടെല്ലാവർക്കും സപ്പോർട്ട് ചെയ്യണം വെച്ചാൽ ഞങ്ങൾക്ക് വലിയൊരു തീർച്ചയായിട്ടും ആളുകൾ സപ്പോർട്ടായിട്ട് വരും തന്നെ പ്രതീക്ഷിക്കാം. ആഗ്രഹിക്കണോ? പിന്നെ നമ്മുടെ ആനവണ്ടി അതിനേക്കാളും ഇത് അതെടുത്താ മതി. അത് ഏറ്റവും പഴയ ആനവണ്ടി 90-85 കാലഘട്ടത്തില് ഉണ്ടായിരുന്ന വണ്ടിയായിരുന്നത്. ഇപ്പൊ ഇല്ല. ഇപ്പൊ ഇത് മറ്റേ മൊബൈൽ വർക്ക്ഷോപ്പില്ല അവരെ ആ സാധനക്ക് കട്ട് ചെയ്തെടുത്ത് കയറി. ഇങ്ങനത്തെ വണ്ടികളില്ല. അതാ ഞാൻ പറഞ്ഞത്, ഇതുപോലത്തെ വണ്ടികൾ ഇപ്പൊ ഇല്ല. അപ്പൊ നമ്മുടെ വീട്ടിലൊരു വണ്ടി ഉണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് ഉണ്ടാക്കി കൊടുത്തോളാം. തീർച്ചയായിട്ടും ഉണ്ടാക്കി കൊടുക്കാം അല്ലേ? അപ്പൊ ആയിക്കോട്ടെ, ഞാൻ എന്തായാലും ചേട്ടന്റെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. ആവശ്യക്കാരെന്തായാലും ചേട്ടനെ കോണ്ടാക്ട് ചെയ്യും. അതിനുള്ളിലൊക്കെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു ബസ് എങ്ങനെയാണ് അതിലത്തെ എല്ലാം അതന്നെ വെച്ചിട്ടുണ്ട്. ഇതിന്റെ ബോഡിയൊക്കെ എന്താണ്? ഫോം ഷീറ്റ് ആണല്ലേ? പിടിക്കില്ല, ഗ്ലാസ് പിടിക്കില്ല. ഇരുന്നോളം എത്ര വേണമെങ്കിലും ഇതിപ്പോ ഉണ്ടാക്കിയിട്ട് 8 മാസമായിട്ടുണ്ടാവും. ഇത് ഒരു 5-8 മാസമായിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല കേട്ടോ. 8 മാസമായ വണ്ടിയാണ്.
നമ്പർ പ്ലേറ്റ് ഒക്കെ ഉണ്ട്. ഏതെങ്കിലും വണ്ടിയുടെ പ്ലേറ്റ് ആണോ ഇത്? ഈ ഫോട്ടോ എടുക്കാൻ പോയ ആ വണ്ടിയുടെ അതേ നമ്പർ? ഇല്ല, ഇത് ഞാൻ ഡേറ്റ് ഓഫ് ബർത്ത്. അതെ, ഓരോ വണ്ടിക്ക് നമ്മള് ഓരോ കോഡ് കൊടുക്കും. അത് വിളിച്ചു. ആ ചേട്ടന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ഇതല്ലേ? അത് ശരിയാ. മറ്റുള്ള വണ്ടികൾക്കൊക്കെ ഇതിന്റെ എല്ലാത്തിനും ഒരേ നമ്പറാണോ? ഇല്ല, ഇത് 2021 വരാനിരിക്കുന്നത്. പുതിയത് പണിത 2021 അല്ലേ? അപ്പൊ ഇത് ഭയങ്കര KSRTC പണിയാൻ വേണ്ടിട്ട് സ്റ്റാൻഡ് പോയി കൊടുങ്ങല്ലൂർ സ്റ്റാൻഡില്, വാരിയോട് കൊടുങ്ങല്ലൂര്. അപ്പൊ KSRTC സ്റ്റാൻഡില് ഞാനും പിള്ളേരും കൂടി പോയി ഫോട്ടോ എടുക്കാനോ? വണ്ടി ഒന്ന് നോക്കിട്ട് ഒരു ഫോട്ടോ എടുത്ത് പോരാം. ഒരു ഐഡിയ കിട്ടുന്നുണ്ട്, അതിന്റെ ഭാഗം അറിയില്ല നമുക്ക് ഉള്ളിലത്തെ കേസുകള്. അപ്പൊ വണ്ടി എടുക്കണ്ടേ, ഞാൻ ഒന്നും നോക്കിയില്ല. ഞാൻ കയറി പോയിട്ട് വണ്ടിയുടെ ഉള്ളിൽ കയറി അവിടെ പാർക്ക് ചെയ്തിട്ടുള്ള വണ്ടിയല്ലേ, പാർക്ക് ഉള്ളിൽ കയറി ഫോട്ടോ എടുത്ത് പിന്നെ പുറത്തുനിന്ന് ഫോട്ടോ എടുത്ത്. ഇത് അവര് അവിടുത്തെ ഡിപ്പോത്തെ ആൾക്കാർ അവിടെ ഇരുന്ന് ഓഫീസിന്റെ അവിടേക്ക് ഒരു 50 മീറ്റർ ദൂരമുണ്ട്. അവരവിടെ ഇരുന്ന് കാണണ്ടായി. എന്നിട്ട് അവിടുന്ന് ആ ഓഫീസിലെ ജീവനക്കാരൊക്കെ ഇറങ്ങി വന്ന് എന്തൊരു ചെയ്യുന്നു ചോദിച്ചു എന്റെ അടുത്ത്. ഞാൻ പറഞ്ഞു ഞാൻ ഫോട്ടോ എടുത്ത വണ്ടിയുടെ എന്തിനാ ഫോട്ടോ എടുക്കാൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു മീനിയത്തിൽ ഫോട്ടോ ഉണ്ടാക്കാനുള്ള ഒരു പരിപാടി ഉണ്ട് ഒരു KSRTCയിലെ. അപ്പൊ അതിന് വേണ്ടി എടുക്കണ്. അതിന് ഇവിടുന്ന് പെർമിഷൻ വാങ്ങിയില്ല ചോദിച്ചു. ഞാൻ പറഞ്ഞു പെർമിഷൻ ഒന്നും വാങ്ങിയിട്ടില്ല, ഞാൻ ബോംബ് വയ്ക്കാനോ നല്ലത്. ഒരു വണ്ടിയുടെ ഒരു മോഡൽ ഉണ്ടാക്കാൻ വേണ്ടിട്ടാ. അങ്ങനെ പോയിട്ട് ഉണ്ടാക്കിയാണോ കിടക്കുന്ന ഫ്രണ്ടിലെടുക്കുന്നത്? അതല്ലേ, അതാണ് ഒരു കുഞ്ഞൻ ലോറി അല്ലേ? പഴയകാല ഓർമ്മയത്. അതെ, ഈ ലോറി ജയൻ. ഇത് ചേട്ടൻ വരച്ച തന്നെയാണോ അതോ ഫോട്ടോ ആണോ? ജയൻ വേറെയും വരച്ചിട്ടുണ്ടല്ലേ? ഇത് വരച്ചല്ലേ? അതെ, അതിന്റെ ബാക്കിൽ ജയന്റെ അവസാന സിനിമയിലെ കോളക്കം ആദ്യത്തെ ഭാഗത്ത്. ഇത് പഴയ കാലത്ത് ലോറിയിലെ ബാക്കിലേക്ക് കാണാം. ഇന്നത്തെ തലമുറ കൂടുതലും ദുൽഖർ സൽമാൻ അല്ലെങ്കിൽ മോഹൻലാൽ, മമ്മൂട്ടി അല്ലെങ്കിൽ വേറെ ഓരോ പടങ്ങളാ ഈ ബസിന്റെ ബാക്കില് ഇങ്ങനെ കൊടുക്കുന്നത്. നമ്മൾ ആ പഴമേനെ മറക്കാൻ പാടില്ല, ഒരു ഓർമ്മ പടത്തിന് മാത്രമാണിത്. ഇനിയിപ്പോ ഈ വണ്ടികൾ ഉണ്ടാക്കി കുറെ ആയാൽ എന്താ ചെയ്യണേ? കട്ടിലിന്റെ അടിയിലിടും. കട്ടിലിന്റെ അടിയിടുക? ഇതൊക്കെ കട്ടിലിന്റെ അടിയിൽ പാർക്കിങ്. അതല്ലേ, ഞാൻ എടുക്കുന്ന നമ്മൾ കിടക്കുന്ന കട്ടിന്റെ അടിയിലാണ് സാധനം. അതെ, അടിയിൽ ഇടുന്നതിന് ഒരു പരിധി ഉണ്ടാവല്ലോ. അത് കഴിഞ്ഞാ പിന്നെ ഉണ്ടാക്കി നമുക്ക് ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കാൻ ഇപ്പൊ ഒരു ഞാൻ പറഞ്ഞില്ലേ മാനസിക സന്തോഷമാണ് ഉണ്ടാക്കുമ്പോൾ കിട്ടുന്നത്. തീർച്ചയായിട്ടും ഒരു ടെൻഷനില്ല, ഒന്നുമില്ല. ഒരു പ്രശ്നം നമുക്ക് അലട്ടില്ലെന്ന്. നമുക്ക് കൂടുതലായി നമ്മളിപ്പോ പണി കഴിഞ്ഞ് വരുമ്പോ നമുക്ക് ഓട്ടോമാറ്റിക് തോന്നുന്നു കുറച്ചാകുമ്പോൾ ഇരിക്കാം. ചിലവർക്ക് പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിക്കാനാ തോന്നുന്നത്. നമുക്ക് അങ്ങനല്ല, അടിയില്ലേ അങ്ങനത്തെ കേസില്ലേ, സ്മോൾ അടി അല്ലെങ്കിൽ വീഡിയോയില് ഹാൻഡ്സ് അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. അപ്പൊ നമ്മൾ മൊബൈലും ഇല്ല, മൊബൈൽ നോക്കില്ല, ആകെ കാണുന്നത് സിനിമ, ടിവിയിൽ വരുന്ന സിനിമകള്. അപ്പൊ ഇണ്ടാക്കാതിരിക്കുമ്പോ TV ഓൺ ചെയ്തിടും. അപ്പൊ ശബ്ദരായി കിട്ടി നമുക്ക് ചെയ്യാലോ. അപ്പൊ ഒരു നേരം വെക്കും കൂടി, അതായത് ആ ശബ്ദരേഖ സിനിമ കാണുന്ന രീതിയിൽ നമ്മൾ ഇവിടെ വർക്കും തുടങ്ങാം. ഇതെല്ലാം കഴിഞ്ഞ് പെരിയൊക്കെ അടിഞ്ഞിട്ട് ഇങ്ങോട്ട് ആ സാധനം മറ്റേ റിലീസ് ആവണ സമയത്ത് സന്തോഷം ഉണ്ട് അല്ലേ? ചോദിക്കാണ്ടേ? അതല്ലേ, ആ റിലീസായിട്ട് ആ വാട്സാപ്പിൽ ആർക്കെങ്കിലും കൂട്ടുകാരന്മാർക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ആ സുഖമുണ്ടല്ലോ. അതില് വരുന്ന എത്ര പേര് കമന്റ് ചെയ്തിട്ടുണ്ട്. അത് കിട്ടുമ്പോ ഇത്ര പേര് നമ്മളെ സപ്പോർട്ട് ചെയ്തല്ലോ. അതൊരു മാനസികമായിട്ട് ഭയങ്കര അതന്നെ. പിന്നെ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ, അത്രേ ആഗ്രഹിക്കുള്ളൂ, അതിൽ കൂടുതലൊന്നും ആഗ്രഹിക്കില്ല. ആ ഒരു സപ്പോർട്ട്. അപ്പൊ കേട്ടല്ലോ, കേൾക്കുന്നത് എല്ലാവരും മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യാതെ. പിന്നെ ചേട്ടൻ ബാക്കിൽ എന്തോ ഒന്നും കൂടെ ഉണ്ടാക്കിയിട്ടില്ലേ? അത് ചേട്ടൻ പറഞ്ഞല്ലോ, എന്നാലും കാണാലോ. അപ്പൊ എല്ലാവരും ഉള്ളിൽ ഞാൻ പറഞ്ഞില്ല, എല്ലാവരും ഉള്ളിൽ കലാകാരുണ്ടെന്ന്. അതെ, അപ്പൊ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി മാത്രം. ഇതെന്താ മറ്റേ തെങ്ങ് വീടാണോ? തെങ്ങിന്റെ കടഭാഗം. ശരിയാ. അപ്പൊ ഇതിന്റെ വേരുകള് മുടിയാക്കി നിർത്തിയിട്ട് ചെയ്തതാ. മുഖം അങ്ങനെ ചെയ്തു വെച്ചു. ഇന്ന രൂപമൊന്നും ഇല്ലാട്ടാ, ഒരു മുഖം മാത്രമേ ഉള്ളൂ. ആളൊന്നുമില്ല. ഇത് ഇപ്പുറത്തേക്ക് മരാണ്. ഒരു തെങ്ങോട് വീട് എടുക്കുന്ന ഒരു കടഭാഗം അങ്ങോട്ട് പോയിരുന്നു, അത് വെട്ടിയെടുത്ത് കഴിഞ്ഞു. മനസ്സിലായ? മഴയ്ക്ക് കൊണ്ട് ഒരു ഇതൊക്കെ അതിന്റെ മനസ്സിലായ? ഞാൻ ശ്രദ്ധിക്കാറൊന്നുമില്ല. ശരി, കൊറേ മുന്നേ ചെയ്തല്ലേ? അപ്പൊ അങ്ങനെ ഓരോന്നാണ്ട് നമുക്കൊരു നേരം പോയി കിട്ടും, മനസ്സിനൊരു സന്തോഷം കിട്ടും. ഇത് ചേട്ടൻ ഉണ്ടാക്കി തന്നെയാണല്ലേ? അത് കുറച്ച് നമ്മളത്ര നന്നാവുന്ന ചേച്ചി ഉണ്ടാക്കിയതല്ല. പക്ഷെ നന്നാവുന്ന ഇതിനും കൂടുതൽ എങ്ങനെ നന്നാവുക? ഇനിയിപ്പോ ജീവൻ ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ട് ഉണ്ടാക്കിയത്? സിമെന്റിലാ? ഭയങ്കര വിറ്റിട്ടുണ്ടോ? കൈകൊണ്ടൊക്കെ ഉണ്ടാക്കിയാണല്ലേ? കൈകൊണ്ടുള്ള ഇത് 20 നമ്മളുടെ വീട്ടില് എന്ത് ചെയ്താലും നമുക്ക് കുഴപ്പമില്ല, ആരും ചോദിക്കില്ല. അതാണ്. അപ്പൊ നമ്മുടെ വീട്ടില് ചെയ്താണ് ഇതൊക്കെ. നമ്മളുടെ ആ ഒരു പരിമിതി വെച്ചിട്ട് ഫാബ്രിക് പെയിന്റും ഇങ്ങനെ വീടിന് പഠിക്കാൻ കൊണ്ടുവരുന്ന പെയിന്റും ബാക്കി വരുന്ന പെയിന്റുകള്, പിന്നെ അവിടെ ഇവിടെ എല്ലാവരും വീട്ടിൽ പോയിട്ട് അവിടെ അത് പെയിന്റ് ആവശ്യമുണ്ടോ എനിക്ക്? ഓരോരുത്തരുടെ വീട്ടില് പോകുമ്പോ അവിടെ പെയിന്റ് ആവശ്യമുണ്ടോ എനിക്ക് ചോദിക്കും. അപ്പൊ ആവശ്യമില്ലാതാണ് ഞാൻ എടുക്കണ്ടേട്ടാ.
എന്തായാലും നമുക്ക് ചെയ്യാം. അങ്ങനെ പറഞ്ഞ ഓരോ സ്ഥലങ്ങളിൽ നിന്ന് ഓരോ പാഴ്വസ്തുക്കള് അല്ലെങ്കിൽ ഇങ്ങനെ പെയിന്റ് അല്ലെങ്കിൽ ഇങ്ങനത്തെ സംഭവങ്ങൾ ഇപ്പൊ ആ ചേട്ടൻ പറഞ്ഞില്ലേ നേരത്തെ, അതുപോലെ അവർക്ക് ആവശ്യമില്ല, അവർക്ക് അതൊരു ശല്യമായിട്ട് വളരുന്നത്. ഒരു വെട്ടിക്കൊണ്ടുപോകാൻ പറഞ്ഞു എന്റെ അടുത്ത്. അപ്പൊ അങ്ങനെ വെട്ടിക്കൊണ്ട് വന്നപ്പോ എനിക്ക് തോന്നി ഇവിടെ സീറ്റ് ഇട്ടാലോ, നമുക്ക് ഒരു മരണ്ട് അപ്പൊ ഇടാ, നമുക്ക് ഇരുന്നോടാലോ ഒരു രസത്തിന്. പിന്നെ ചായ കുടിച്ച കിട്ടുന്ന സുഖം 5 സ്റ്റാർ ഹോട്ടലിൽ പോയിരുന്ന കിട്ടിയ അല്ല. അതാണ് നമ്മളുടെ വീട് വലിയ സംഭവം അല്ലെങ്കിലും ഇവിടുത്തെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കലാണ് നമുക്ക്. തീർച്ചയായിട്ടും ഉള്ള സ്ഥലത്തുള്ള അതിന് എത്രത്തോളം മനോഹരമാക്കാൻ പറ്റും അത് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ എന്തായാലും വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. മാക്സിമം സപ്പോർട്ട് ചെയ്യാം എല്ലാവരും. ഇതേപോലെ മിനിയേച്ചറുകൾ ആവശ്യമുള്ളവര് ചേട്ടൻ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്, ഈ നമ്പറിൽ വിളിക്കാം. ദിവസം എന്താ പറയാനുള്ളത് അവരോട്? എല്ലാവരിലും ഒരു കലയുണ്ട്, നമ്മളതിനെ വളർത്താൻ ശ്രമിക്കുക. സമയമില്ലാന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി പോരുത്. അതാണ് സമയം നമ്മളുണ്ടാക്കണം, സമയത്ത് നമ്മളെ തേടി വരില്ല. അതാണ് അത്രേ ഉള്ളൂ. അപ്പൊ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം.